എല്ലാവർക്കും ഈശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ ജോസിയ SD. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളുടെ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഒരു ഡാൻസ്, ഒരു റീല് കാണാനിടയായതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഏതായാലും അനുപമ എന്ന് പറയുന്ന പെൺകുട്ടി ആ ഒരു റീല് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ആളുടെ പ്രൊഫൈലിൽ നിന്ന്. ഒരുപാട് സന്തോഷം. ആൾക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഇനി ഇതിന് ഇത്രയധികം പ്രതികരിക്കാനിടയായ ഒരു കാരണം, ഇതിങ്ങനെ സംസാരിക്കണം എന്ന് തോന്നിയതിന് കാരണം ഒന്നേ ഉള്ളൂ, ഒരു കലയെയും അപമാനിച്ചതല്ല. ചിലരിങ്ങനെ പറഞ്ഞു, കലയല്ലേ അത്, ഡാൻസ് ഏത് തരത്തിലായാലെന്താ, സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒത്തിരി പേര് ഡാൻസ് കളിക്കുന്നവരുണ്ടല്ലോ, ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ, പിന്നെ ഇതിന് മാത്രം എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, ആള് ഫേക്ക് ആയിട്ടാണ് ഇത് ചെയ്തത്. ഞാനിങ്ങനെ ഒരു സിസ്റ്റർ വേഷത്തിൽ ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു സംശയത്തിന് ഇത് ഇട നൽകില്ലായിരുന്നു. ഇത് ആളുടെ ക്യാപ്ഷനകത്ത് സിസ്റ്റർ നാൻസി എന്ന ഒരു പേരും അതിനുശേഷം സിസ്റ്റേഴ്സിനും വേണ്ടേ അല്പം റിലാക്സേഷനൊക്കെ എന്ന് പറഞ്ഞുമാണ് ഇങ്ങനെ ഒരു റീല് ഇടാനിടയായത്. അതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരായ ധാരാളം മനുഷ്യരുണ്ട്. ഇതിങ്ങനെ റീൽ എന്താണെന്ന് പോലും അറിയാത്ത, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെയൊക്കെ കാരണവന്മാർ, അവരെ എടുത്താൽ മതി. അവരിപ്പോൾ അത് നോക്കുമ്പോൾ ഒത്തിരി പേര് അതിൻ്റെ ചില വീഡിയോയുടെ അടിയിൽ ഒത്തിരി പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് വിഷമം തോന്നുന്നു, ഇങ്ങനെ സിസ്റ്റേഴ്സ് ഇങ്ങനെ തുള്ളുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരി, ആകെ ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ ഐഡൻറ്റിറ്റി എന്തോ അത് എവിടെയാണെങ്കിലും എൻ്റെ ഐഡൻറ്റിറ്റിയെ മറച്ച് ഒന്നും ചെയ്യാതിരിക്കുക. ഒരാളെ വേറൊരാളായി ചിത്രീകരിച്ച് ആ വ്യക്തിയുടെ നേർക്ക് പഴിചാരാൻ പാകത്തിന് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്താൽ അത് ഞാനായി തന്നെ ഞാൻ ചെയ്ത ഒരു കാര്യമെന്ന് അംഗീകരിക്കാനുള്ള ഒരു സാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആരോടും പരാതിയോ പരിഭവമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. എങ്കിൽ പോലും ഇത് സാധാരണക്കാരായ മനുഷ്യർക്ക് റിയൽ എന്താണെന്നോ ഇനി ഒരു ഫേസ്ബുക്ക് പേജ് പോലും ഇല്ലാതെ ഇരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവർക്ക് അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെ കുറിച്ച് ഒരു ചിന്തയുണ്ട് മനസ്സിൽ. അങ്ങനെയുള്ളപ്പോൾ അതിനകത്തുനിന്ന് ഒരു മാറ്റം വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതൊരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിട്ട് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതികരണം, ഇങ്ങനെയൊരു ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകാനിടയായത്. എല്ലാ സമർപ്പിതരോടും എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി ഞാൻ എന്നോടും കൂടി ചേർത്ത് ഞാൻ പറയുകയാണ്, ഈ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പവിത്രത നമുക്ക് കളയാതിരിക്കാം. എല്ലാ കലയും ബഹുമാനം അർഹിക്കുന്നതാണ്. ഏത് കല, ഇപ്പം നമ്മൾ ബൈബിളിൽ നമ്മൾ വായിക്കാറുണ്ട്, എല്ലാം നിയമാനുസൃതമാണെങ്കിലും എല്ലാം എനിക്ക് നന്നല്ല എന്ന്. അതുകൊണ്ട് നമ്മൾ സമർപ്പിതരും പുരോഹിതരും ഒക്കെ നമുക്ക് നല്ലതായത് മാത്രം, എല്ലാം നിയമാനുസൃതമാണ് പക്ഷേ എല്ലാം നന്നല്ല എന്നുള്ളത് തിരിച്ചറിയാം. നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോട് നീതി പുലർത്താൻ, ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പവിത്രത എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് താങ്ക് യു.